എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 13-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ശരിയായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇതിൽ ഓഗസ്റ്റ് 13-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവർ ചിലർ പഠിച്ച് പകുതി എത്തിയിട്ടുള്ളവരുണ്ടാവും, പഠിച്ച് കഴിഞ്ഞവരുണ്ടാവും, പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അതിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 13-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അതിനുള്ള ടൈമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് GK ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും സബ്ജക്റ്റാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സബ്ജക്റ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്, 40 മാർക്ക്, 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗ്. പിന്നെ വരുന്ന 2 ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങളാണ് മലയാളവും ഇംഗ്ലീഷും. അതിന് രണ്ടിനും 20 മാർക്ക് വീതമാണ് വരുന്നത്. GK എന്ന് പറയുമ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ്, കേരള നവോത്ഥാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ആണ്. ടൈപ്പ് റൈറ്റിങ്ങിൽ കുറച്ച് ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിലബസ് കുറച്ച് കുറവാണ് ടൈപ്പ് റൈറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ഇത് 2 സബ്ജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നത് 50 മാർക്കാണ്. അതായത് ആ എക്സാമിൻ്റെ പകുതി മാർക്ക് നമുക്ക് ഈ ഭാഗത്തു നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിന് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇംഗ്ലീഷിനും മലയാളത്തിനുമാണ്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലർ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുന്നതിന് പകരം നിങ്ങൾ എഴുതിയിട്ടുള്ള നോട്ട്സ് റിവൈസ് ചെയ്യുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. അത് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ റിവൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, 4 ഓപ്ഷൻസ് ഉണ്ടാവും, എന്തായാലും 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്ന് ആൻസർ ആയിരിക്കും, ബാക്കിയുള്ള 4 ഓപ്ഷൻസ് ആൻസർ അല്ലായിരിക്കും. അപ്പോൾ അത് ആ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിൽ നിന്നും കൂടുതൽ പോയിൻറ്റ്സ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൽ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, പഠിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിവിഷന് വേണ്ടിയിട്ട് ഫോക്കസ് സ്റ്റാർ PSC നമ്മളിപ്പോൾ ഒരു PDF മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ഇതിൻ്റെ രണ്ടിൻ്റെയും മെറ്റീരിയലും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു PDF ആണ് വരുന്നത്. ആവശ്യമുള്ളവർ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്രദമാവും. പിന്നെ അതുപോലെ തന്നെ ഇതുവരെയും പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് പറ്റുന്നത്രത്തോളം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കാതെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് മാക്സിമം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും, നമ്മളിപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുമോ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ഒരു പോർഷനിലുള്ള പോയിൻറ്റ്സ് മൊത്തം അറിയാമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിലുള്ള പോയിൻറ്റ്സ് മൊത്തമായിട്ടും പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം ആ ഒരു പോയിൻറ്റ് ആ പാർട്ടുമായിട്ട് റിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതും ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ GKയും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ കറണ്ട് അഫയേഴ്സ്, നവോത്ഥാനം പറഞ്ഞിട്ടുള്ള സിലബസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ റിവിഷനുള്ള സമയമാണ് ഇത് വരുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ പോയിൻറ്റ്സും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ തലേന്ന് റിവൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തലേന്നും അന്ന് എക്സാമിന് പോകുന്ന അന്നും മാക്സിമം
എന്ത് ചെയ്യുക, റിവിഷൻ ഒഴിവാക്കുക, ഫ്രീ ആയിട്ടിരിക്കുക, മൈൻഡ് ഫ്രീ ആക്കി വിടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലർ നമ്മൾ കാണാറുണ്ട് എക്സാം ഹാളിൻ്റെ പുറത്തുനിന്ന് നന്നായിട്ട് പഠിക്കുന്ന കാണാം. പക്ഷെ അത് ഒരിക്കലും നല്ലതല്ല. എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ അന്ന് രാവിലെ ഇപ്പോൾ ഇത് എക്സാം രാവിലെയാണ്, 7:15 മുതലാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വെപ്രാളത്തിൽ റിവൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോയിൻറ്റ്സ് കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ മറ്റുള്ള പോയിൻറ്റ്സ് മറന്നു പോകും. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ കയറി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എക്സാമിൻ്റെ അന്നും തലേന്നുമുള്ള റിവിഷൻ ഒഴിവാക്കുക. അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ മാക്സിമം കിട്ടുന്നിടത്തോളം സമയം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ മാക്സിമം പഠിച്ചിട്ടത് നിങ്ങൾക്കത് കിട്ടുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം പഠിക്കുക. ഇല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക. ഓക്കെ, അത്രേ പറ്റുള്ളൂ. ഇനിയുള്ള ആകെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ.